സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസ് ഐറ്റം കഞ്ഞിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ല അടിപൊളി. ഹൈ ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. വെജിറ്റബിൾ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല അടിപൊളി കൂട്ടാനാണ് കേട്ടോ. കൂട്ടാനെന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ഞിയും കൂട്ടാനും കേട്ടോ. മലപ്പുറം ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ 2 ഡേയെങ്കിലും കഞ്ഞിയും കൂട്ടാനും ഉണ്ടാക്കും കേട്ടോ. അതും ഉച്ചയ്ക്കില്ല കേട്ടോ, ഒരു 10 മണിക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ കഴിക്കുക. ഒരു ഒഴിവുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇനി നിങ്ങൾ ഏത് നാട്ടിലാണോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒന്ന് കമൻ്റ് ആക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഞ്ഞിയാണ് ഇതിൻ്റെ മെയിൻ കോംബോ. കഞ്ഞി കുടിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളരി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 വെള്ളരിയാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് തൊലി മാറ്റിക്കളയാം. ഈ നമ്മളിത് പപ്പായാണ് എടുത്തിട്ടുള്ളത്. നല്ല വലുപ്പത്തിലുള്ള ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ആ തൊലിയെല്ലാം മാറ്റി കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ കപ്പയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കപ്പ നമ്മൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചേമ്പ് എടുത്തിട്ടുണ്ട്. ചേമ്പിൻ്റെ അടിയിലായിട്ട് ഉണ്ടാവുന്നതാണ് ചേമ്പ്. അതായത് നല്ല തൊടിയിലൊക്കെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും, തൊടിയിലുണ്ടാവും. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നൊരു പശയൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വഴുതന എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് വെജിറ്റബിൾസും വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ വെള്ളരി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ പൂള ഇട്ട് കൊടുക്കാം. പൂള എന്ന് പറഞ്ഞാൽ കപ്പയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണോ പൂളയ്ക്ക് പറയുക അതൊന്ന് എഴുതിയിട്ടെടുക്കാം. അതുപോലെ തന്നെ ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വഴുതനയാണ്. കൂടെ തന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് വെജിറ്റബിൾസും വേണമെങ്കിൽ ചേർത്തിട്ട് കൊടുക്കാം. കുമ്പളങ്ങ, അതുപോലെ തന്നെ കപ്പളങ്ങ, പല വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ളൂ, ഇത്രേ കുക്കറിൽ കൊള്ളത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ വെജിറ്റബിൾസൊന്നും എടുത്തിട്ടില്ല. ഇനി ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കണം. കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. കൂടുതൽ വെള്ളമായി പോയാൽ കഞ്ഞിൻ്റെ പോലെ തന്നെ കഞ്ഞിയായിട്ട് പോവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മാത്രം മതി. കാരണം നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചട്ടിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടുതലായാലും നമുക്കത് വറ്റിച്ചെടുക്കാൻ കഴിയും. ഇനി ഇതിലോട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങേനെ എടുത്തിട്ടുണ്ട്. 1.5 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങ മതിയാവില്ല. പിന്നെ അതിലോട്ട് നല്ല ടേസ്റ്റിനായിട്ട് ചെറിയ ജീരകവും കൂടെ തന്നെ നല്ലൊരു എരിവും നല്ല ടേസ്റ്റിനായിട്ട് നമ്മളിവിടെ ചെറിയ മുളകാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ചീരമുളക് എന്ന് പറയും ഇവിടെ, അതും എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇഞ്ചി കഷ്ണങ്ങളും കൂടി ആവാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ചെറിയ മുളക് തന്നെ നല്ല എരിവുണ്ടാവും. കുറച്ചൊക്കെ എരിവുണ്ടാകുമ്പോഴാണ് ഈ ഒരു കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമ്മളിത് ചതച്ചിട്ടെടുക്കുക. അല്ലാണ്ട് ഒരുപാട് പേസ്റ്റായിട്ട് നമ്മൾ തേങ്ങ ഒരിക്കലും അരച്ചിട്ട് പോകരുത്. ക്രഷായിട്ട് എടുത്ത് മാത്രം മതി. വലിയ ജീരകം ഒട്ടും ചേർത്ത് കൊടുക്കരുത്, അത് ടേസ്റ്റ് ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് അരപ്പായിട്ട് കഴിഞ്ഞാൽ അത് കഞ്ഞിയായിട്ട് മാറും. അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇല്ലാണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് അരച്ചിട്ട് എടുത്ത് വരാം. അപ്പോൾ ഈ ഒരു അരപ്പിലും തന്നെ നമ്മൾ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഇതിലോട്ടൊന്ന് എടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് കടുക് വറുത്തിട്ടെടുക്കണം. അതൊന്ന് നന്നായി ചൂടായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം മതിയാകും. കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളം എല്ലാം പാകത്തിനാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. വെള്ളം കൂടുതലായിട്ട് പോയാൽ അത് പിന്നെ വെന്തുടഞ്ഞിട്ട് പോവും. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അത്യാവശ്യം നല്ല ഉടയുന്ന ആ രീതിയിലും, അല്ലാണ്ട് ഒരുപാട് അങ്ങോട്ട് വേവാണ്ട് ആവരുത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ്, അതായത് ക്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു തേങ്ങ കൂടെ ചേർത്തിട്ട് എടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി മറിച്ചതിന് ശേഷം
നമുക്ക് നമ്മളുടെ ആ ഒരു വറവും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ വറവ് എടുത്തിട്ടുള്ളത്. ഇനി ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു വറവും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കണം. ഇനി നമ്മൾക്ക് ഇത് നന്നായി ചൂടാറിയതിന് ശേഷമല്ല കേട്ടോ കഴിക്കേണ്ടത്. ചൂടോട് കൂടി തന്നെയാണ് നമ്മളിത് കഴിച്ചിട്ടെടുക്കുക. അപ്പം നമ്മളുടെ ഈ ഒരു വറവ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരുപാട് കുത്തി ഒടിച്ച് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഉച്ചയൂണിന് വേണമെങ്കിലും കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞൊരു 10-11 മണിക്കാവുമ്പോൾ നമുക്ക് കഞ്ഞിയും കൂട്ടാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ടൈമിലേക്ക് കഴിക്കാനായിട്ട് നമുക്ക് ലീവുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്ക് രാത്രിയിലും ഇത് കഴിച്ചിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. രാത്രിയിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ ഒരു വെജിറ്റബിൾസ് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ വെള്ളപ്പത്തിലേക്കും കഴിക്കാം. അല്ല ചപ്പാത്തിയിലേക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ ഹെൽത്തി ആയിട്ടൊരു ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക. നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കാം. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇനിയുള്ള എല്ലാ വീഡിയോസും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.